വാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന തെറാപ്പിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു മെഷീൻ അതിനകത്ത് വെക്കുന്നത് ലീനർ ഐസൊലേറ്റർ എന്ന് പറയും. അപ്പോൾ അത് ഭൂമിയുടെ നിലയിൽ 15 അടി താഴ്ചയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു 8 അടി ഘനം, 8 അടി പൊക്കം, 8 അടി സൈസുള്ള ഒരു ബങ്കറായിരുന്നു. 8 അടി കോൺക്രീറ്റ്. ഞാൻ കേട്ടുള്ള 60 മണിക്കൂർ കൊണ്ടാണ് നോൺ സ്റ്റോപ്പായിട്ട് കോൺക്രീറ്റിംഗ് നടത്തിയാണ് ഷേപ്പ് ഉണ്ടായത്. ഇത്രയും 3 ബങ്കർ നമുക്കുണ്ട്. 2 എണ്ണം ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശരിയാക്കിയിട്ട് മുഴുവൻ തീർത്തില്ല, അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ടിരിക്കുക. ഇതാണ് മുഴുവൻ തീർന്നത്. പക്ഷേ ഇതിൻ്റെ പണി ഒരു 95% അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ തീർത്ത്. എലക്ട്ര കമ്പനിയുടെ ഇതിൻ്റെ അകത്ത് വെക്കുന്ന മെഷീൻ ലീനർ ആക്സിലേറ്റർ, റേഡിയേഷനുള്ള മെഷീനാണ് ഇത്. ഈ മെഷീനാണ് ലീനർ ആക്സിലേറ്റർ, അതിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ. അപ്പോൾ ഇത് ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ ഇതുകൊണ്ടാണ് കരിച്ചു കളയുന്നത്, റേഡിയേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ മെഷീന് നമുക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ വിദേശത്ത് നമ്മൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് തീരാഞ്ഞത് കൊണ്ട് നമ്മളിത് പാക്കറ്റ് വെച്ചു. ഇപ്പോൾ പാക്കറ്റ് അഴിച്ച് അത് താഴെ കൊണ്ടുവന്ന് ഇത്രയും രീതിയിൽ അസംബ്ലി. ഇതിന് അസംബ്ലിങ് തീർന്നിട്ടില്ല, അത് അസംബ്ലി ചെയ്യാണ്. ഈ അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 3.5 മാസം എടുക്കും പേഷ്യന്റിനെ. എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുന്ന പോലെ ഓർഡറിൽ പോയാൽ കൃത്യം 3.5 മാസം എടുക്കും പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇതിന്റെ അസംബ്ലിങ്, കാലിബ്രേഷൻ, ഓരോ ലെവലിലും ARB അറ്റോമിക് റെഗുലേറ്ററി ബോർഡിന്റെ പെർമിഷൻസ് മേടിക്കണം. ഇപ്പോൾ തന്നെ 3-4 പെർമിഷൻ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഓരോ ലെവലിലും പെർമിഷൻസ് മേടിക്കണം. അതിനൊക്കെയുള്ള റേഡിയേഷൻ സേഫ്റ്റി ഓഫീസേഴ്സിനൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഈ കമ്പനിയോട് കൂടെ ചേർന്നത് കാലിബ്രേറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ARB കൊടുക്കും. അവരതിന് മറുപടി തരും, ലൈസൻസ് തരും. അങ്ങനെ എല്ലാം പോയാൽ ഏപ്രിൽ 25 ആകുമ്പോഴത്തെ ഇതിന്റെ പണികൾ തീരും. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റിയും AC വന്നിട്ടില്ല. ഈ മുറി എപ്പോഴും ഹ്യൂമിഡ് ഫ്രീ ആയിരിക്കണം, ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം, ഫുൾ സമയം ചില്ലി AC വേണം. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ എല്ലാം പണി തീർന്നു കഴിഞ്ഞാൽ ഈ മെഷീൻ ഇറക്റ്റ് ചെയ്യാൻ പോയാൽ പിന്നെയും അടുത്തൊരു 3-4 മാസം കൂടെ എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഇലക്ട്രിസിറ്റി, AC, ട്രാൻസ്ഫോമർ, ജനറേറ്റർ വെച്ച് കൊടുത്തുകൊണ്ട് ഈ മെഷീൻ കാലിബ്രേഷൻ നടത്തും 3.5 മാസം. 3.5 മാസം കൊണ്ട് ഈ മെഷീൻ റണ്ണിങ് കണ്ടീഷൻ ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി പണികളെല്ലാം തീർക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഇലക്ട്രിസിറ്റിയും ACയും അതിൻ്റെ മിക്കവാറും എല്ലാ പണികളും തീർത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ നമുക്ക് റണ്ണിങ് ആകും. ഇതിൻ്റെ അകത്ത് രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കമ്പനിയുടെ ഏറ്റവും വലിയ മെഷീനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. എലക്ട്ര എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ സിനർജി എന്ന് പറയുന്ന മെഷീൻ. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് പരുമല ആശുപത്രിയാണ്. വിശുദ്ധ ബാബാദിനോട് അധ്യക്ഷതയിൽ കൂടിയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ 2-3 എണ്ണോടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള എല്ലാ ലീനർ ആക്സിലേറ്ററിലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സാധനം. അതിൻ്റെ അകത്ത് ഈ ചെയ്യാൻ വന്ന കമ്പനിക്കാർ തന്നെ നമ്മുടെ സ്റ്റാഫിനോട് വെച്ച് നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് ഈ സാധനം എങ്ങനെ കിട്ടിയെന്നുള്ളത്. 15 ലക്ഷം, അത് തന്നെ ഏകദേശം 10 കോടി രൂപ. ഇപ്പൊ അത് കഴിഞ്ഞ് ബുക്ക് ചെയ്തവർക്ക് ഞാൻ കേട്ട 14 കോടിയോളം വിലയായിട്ടുണ്ട്. നമ്മളെക്കാട്ടി കൂടുതൽ വില വേരിയേഷൻ വരുന്നുണ്ട് ഡോളറിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനകത്ത് കാരണം അവർ സമ്മതിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു രീതി ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ്. ഞാൻ പരിശുദ്ധ ബാബാതിരുമയോട് കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇന്ന് 5 മണിക്ക് വന്ന് ചെയ്യാമെന്ന് കൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹം താല്പര്യത്തോടെ വളരെ നേരത്തെ ഇവിടെ എഴുന്നള്ളി എത്തി. അതായത് ഇതിന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഉറക്കം ഞാൻ കളയാറുണ്ട്. പൈസ 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 എന്ന് പറഞ്ഞ് കാശ് ഒത്തിരി വേണം. ഈ ക്യാൻസർ പ്രോജക്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. നിങ്ങളുടെ അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് 78 കോടി രൂപ ഇതിനോട് ഇപ്പോൾ ചെലവഴിച്ചു. ഇനി ഒരു 50 കോടി രൂപ ഉണ്ടെങ്കിൽ റണ്ണിങ് കണ്ടീഷനാണ്. ഒരു ഫസ്റ്റ് ഫേസ് 2 ഫേസായിട്ട് തീർക്കാനുണ്ട്. ഫസ്റ്റ് ഫേസ് തീരണം, ഇനി ഒരു 50 കോടി രൂപ വേണം. കുറേയേറെ ബാങ്ക് ലോൺ ഉണ്ട്. പക്ഷെ ബാധിന് വേണ്ടി ഇന്ന് എന്നോട് കണക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിരിക്കും. വളരെ അധികം തുക ബാങ്ക് ലോണാണ്. നമ്മുടെ ആൾക്കാർ കുറച്ച് പേരൊക്കെ ലോൺ തന്നിട്ടുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ കുറച്ച് ഡൊണേഷൻ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ പറ്റി ആശങ്കയുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഒത്തിരി കമ്പനികളുമായിട്ട് ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. കോടികളുടെ പേയ്മെന്റ് കൊടുക്കണം. ഇപ്പൊ നാളെ തന്നെ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരു 2-2.5 കോടി രൂപയുടെ പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പേയ്മെന്റുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആകെ അസ്വസ്ഥതമാകും. പക്ഷേ ഇത്രയും ദിവസമായിട്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അറിയാൻ പാടില്ല. എങ്കിലും പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രാർത്ഥന, അഭിനന്ദ തിരുമേനിമാരുടെ നേതൃത്വം, പരിശുദ്ധ പരുമല തിരുമേനിയുടെ വലിയ കടാക്ഷം, ഈ 2-3 കാര്യം ഉള്ളതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നു. ബാബാ തിരുമേനിയോട് ഒരു വാക്ക് കൽപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ സന്നിധാനത്തിങ്കൽ ഒരു ചികിത്സാലയം എന്നുള്ള ഒരു ആശയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ആരംഭിച്ചതാണ്. ആ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് ആരംഭിച്ചു, ചെറിയ തോതിൽ ആരംഭിച്ചു. അത് വളർന്ന് വലുതായി. ഇപ്പോഴ് ലോകത്തിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഭീഷണിയായിരിക്കുന്ന ക്യാൻസർ രോഗത്തിൻ്റെ ഒരു ചികിത്സ ഇവിടെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. നമ്മൾ നിഷ്കളങ്കരായ കുട്ടികൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും പിന്നീട് ചിന്തിച്ചോളൂ. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ദൈവനിശ്ചയമെന്ന് ഞാൻ വിചാരിക്കുന്നു.
നീന്തൽ പഠിക്കുന്നതിന് വെള്ളത്തിലേക്ക് ആരെങ്കിലും നീന്തൽ അറിയാത്തൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു 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 കൗമാരക്കാരനെ വെള്ളത്തിൽ ഇടുന്നത് പോലെയുള്ള ഒരു അവസ്ഥാവിശേഷം ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തോന്നാറുണ്ട്. എന്തൊക്കെ തോന്നിയിരുന്നാലും ഇവിടെ പരിമല തിരുമേനി ഉണ്ട്, ദൈവവുമുണ്ട്. നമ്മുടെ വിമ്മിഷ്ടങ്ങളും പ്രതിസന്ധികളും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അറിയിച്ചില്ലെങ്കിലും അവിടെ അറിയുന്നൊരു സംവിധാനമുണ്ട്. അതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് എങ്ങനെ എന്ത് എന്നൊരു പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ അതിന് ഉത്തരമുണ്ട്, അവിടെ നിശ്ചയവുമുണ്ട്, ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം യാതൊരു ആപത്തും കൂടാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ബോധ്യം, വിശ്വാസം, ഉറപ്പ്. അത് നമ്മൾ ഇതുവരെ ഇപ്പോൾ പുലർത്തി ഇത്രയും വരെ എത്തി. ഈ പ്രസ്ഥാനത്തോട് സ്നേഹമുള്ളവരും സഭയോടെ ഈ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്നവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഒരു ചില്ലിക്കാശാണെങ്കിൽ ചില്ലിക്കാശെങ്കിലും അതിന് നൽകി ഇതിനെ സഹായിക്കുന്നത് അതൊരു പുണ്യകർമ്മമായിരിക്കും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മുൻപാകെ നമ്മൾ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. ഇതിനു വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന കുറേ പേര് ഉണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ഈ ആസ്പത്രിയിൽ തന്നെ ഉള്ള ഇതിൻ്റെ ഓരോ ചുമതലക്കാരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ രൂപപ്പെടുത്താനും അത് നടപ്പിൽ വരുത്താനുമുള്ള വളരെ നന്നായി ചിന്തിക്കുകയും അതിന് തീരുമാനമെടുക്കാൻ തക്കവണ്ണം വേണ്ട നിർദ്ദേശങ്ങളും ശുപാർശകളുമൊക്കെ നൽകുന്ന അതിസമർത്ഥരായ വ്യക്തിത്വങ്ങളും നമ്മോടൊപ്പമുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ ആ പരിശുദ്ധൻ്റെ ഒരു മുൻ നിർണയവും നിശ്ചയവും ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ സഭ മനുഷ്യരാശിക്ക് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഔഷധങ്ങൾ കൂടാതെയും പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ വരുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. അത് പ്രാപ്തവുമായിരുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ പോരായ്മയിലും ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ കൈവിടുമെന്ന് എനിക്ക് ബോധ്യമില്ല. ഒരുപാട് അസ്വസ്ഥതകളും ഒരുപാട് എങ്ങനെ എന്ത് എന്ന് ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ ബുദ്ധിയിൽ ലഭിക്കുന്നില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിന്മേൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അത് പോകുമ്പോൾ ദൈവം നമ്മെ നടത്തും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഈ സംരംഭത്തിന് വേണ്ടി പല വിധത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ള പലരുമുണ്ട്. ഞാൻ ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല. കാരണം എല്ലാവരും അവരവരുടേതായ തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുകയും അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇതിൽ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ പുതിയ ഉപകരണം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ബാബാതിരി തിരുവേനി പറഞ്ഞതിൽ ഒരു വാക്ക് പെട്ടെന്ന് തന്നെ ഹൃദയം സ്ട്രൈക്ക് ചെയ്തു. അതായത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഒരു തീരുമാനമായിരുന്നു ഇത്. അതൊരു ദൈവനിശ്ചയമാണെന്നുള്ളതിന് ഒട്ടും സംശയമില്ല. കാരണം ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ ഗൗരവം ഇതൊക്കെ ഇത്രയും ഭീകരമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ സംരംഭം തുടങ്ങുകയില്ല, പരിമലയിൽ ഇങ്ങനൊരു സ്ഥാപനം വരികയില്ല, മലങ്കര സഭയ്ക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയില്ല. ഞാനിപ്പോൾ ഓർത്തത് ഈ BC 6-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ചിന്തകന ലാവോ ട്സു, അദ്ദേഹത്തിൻ്റെ താവോയിസത്തിൻ്റെ വിജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ താവോ തേഷിങ് എന്ന 84 സൂക്തങ്ങൾ മാത്രമുള്ളൊരു കൃതി വെറുതെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ ഒന്നാമത്തെ സൂക്തത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഡാർക്ക്നെസ് ദാറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ഗ്രേറ്റർ നോളജ്. ഈ അന്ധകാരം അതാണ് അത്യുത്തമമായ അറിവിലേക്കുള്ള വാതിൽ. ഇതത് തന്നെയാണ്. ഒരന്ധകാരത്തിൽ നിന്നാണ്. കാരണം വലിയ ജ്ഞാനമില്ലാത്തറം വലിയ വെളിച്ചമില്ലാത്തറ ഇരുട്ടാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രോജക്റ്റിനെ കുറിച്ചോ
ഇവിടെ ചെലവഴിക്കേണ്ട തുകയെക്കുറിച്ചോ ഇതിൻ്റെ എഫേർട്ടിനെ കുറിച്ചോ വലിയ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ചാടുമായിരുന്നില്ല. അതുകൊണ്ട് രാവുൾസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രത്തോളം സർവശക്തി നടത്തി പരിശുദ്ധ വാതിമേനിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിലൂടെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഭാരമുള്ള ഒരാൾ. എവിടെ പ്രസംഗിച്ചാലും പരിശുദ്ധ സിനോദോസ് ആണെങ്കിലും മറ്റ് സമിതികളാണെങ്കിലും ദേവാലയങ്ങളിലാണെങ്കിലും ഒക്കെ പരുമലൈ ക്യാൻസർ സെൻ്റർ എന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്ന് ഉയരുന്നത്. ഏതായിരുന്നാലും പ്രാരംഭകാലത്തിലെ പ്രവർത്തകരെ നന്ദിയോടെ ഓർക്കുന്നു. ഡോക്ടേഴ്സ്, അതുപോലെ ഇപ്പോൾ വളരെ ശക്തനായിട്ട് പൗലോസച്ചൻ്റെ ഒരു സാന്നിധ്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പരിശുദ്ധ ബാവയുടെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ബാവ പറഞ്ഞപ്പോൾ റിസംഖ്യ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു. എല്ലാം അനുഗ്രഹകരമായി നടക്കട്ടെ. ഇത്രത്തോളം ഇത് നടത്തി പരിശുദ്ധനായ പരമത്തിലുള്ള മധ്യസ്ഥത ഇത് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റും. ക്ലേശങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ one day we shall overcome എന്നുള്ളതുപോലെ one day we will overcome all the issues. Then this will be a right, fruitful product of the church. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, സിസ്റ്റർ ഫേബ, മറ്റെല്ലാ ആൾക്കാർ, നഴ്സിംഗ് സൂപ്രണ്ട് എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വർക്കേഴ്സ് ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റ വാക്കി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആൻഡോ ബേബിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ആൻഡോ ബേബി ട്രിവാൻഡ്രം RCC ഓൺകോളജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് 6-7 മാസം മുമ്പ് ഇവിടെ ജോയിൻ ചെയ്ത ഡോക്ടറാണ്. നമുക്ക് റേഡിയേഷൻ ഒഴികെ ബാക്കി ക്യാൻസറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട്. സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്. ഡോക്ടറാണ് അത് നോക്കുന്നത്. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ട റേഡിയോ തെറാപ്പിസ്റ്റാണ് ഡോക്ടർ ആൻഡോ ബേബി. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പം അതുപോലെ തന്നെ ഒരു ഓൺകോളജി സർജൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ അക്യൂബ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒത്തിരി ബിരുദമൊക്കെയുള്ള വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി. ഇവർ രണ്ടുപേരും വളരെ കോമ്പറ്റൻ്റ് ആയിട്ട് ഈ വീട്ടിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൂടാതെ RSO അങ്ങനെയുള്ള നമ്മുടെ ഇതിൻ്റെ ഈ മെഷീന് വേണ്ടിയുള്ള അറിയാലോ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തതിനോട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ ആൻഡോ ബേബിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമ്മൾ പരിശുദ്ധ പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തോടെ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ആശുപത്രി ഡയറക്ടർ ഡോക്ടർ അലക്സ് പോൾ സാറുണ്ട്. മറ്റെല്ലാവരും ഒറ്റ വാക്കി സ്വാഗതം ചെയ്യുന്നു. ഔചാരികമായ ഫംഗ്ഷൻസ് ഒന്നുമില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. പരിശുദ്ധ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വരും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണയുടെ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്വർഗീയ വൈദ്യനായ കർത്താവേ, സൗഖ്യത്തിന്റെ ഉറവ നീയാകുന്നു. ഔഷധങ്ങൾ കൂടാതെയും ഔഷധങ്ങളിൽ കൂടിയും സൗഖ്യം നൽകുന്നവൻ നീയാകുന്നു. ഔഷധങ്ങളിൽ രോഗശാന്തിയുള്ള ശക്തി നിക്ഷേപിച്ചവൻ നീയാകുന്നു. ഔഷധങ്ങളുടെ സൗഖ്യദാന ശക്തിയെക്കുറിച്ചുള്ള അറിവ് മനുഷ്യർക്ക് നൽകുന്നവന് നീയാകുന്നു. സാങ്കേതിക ജ്ഞാനവും ആതുര ശുശ്രൂഷയും ചെയ്യുന്ന എല്ലാവരുടെയും വിവിധ കഴിവുകളും സേവന സന്നദ്ധതയുമെല്ലാം നിന്റെ ദാനങ്ങളാകുന്നു. ഈ ആശുപത്രിയിലെ പ്രവർത്തകർ അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള കഴിവിൽ മാത്രം ആശ്രയിക്കാതെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തോടും മനസ്സലിവോടും ക്ഷമയോടും കൂടെ ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കണമേ. ക്ലേശത്തിൻ്റെയും ഭയത്തിൻ്റെയും കറുത്തിരുണ്ട വിനാഴികളിൽ പ്രത്യാശയുടെ ദീപങ്ങളായി ജ്വലിക്കുന്നതിനെ നീ കൃപ ചെയ്യണമേ. രോഗികളെ നിന്റെ മക്കളായി കണ്ടുകൊണ്ടും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയും ശുശ്രൂഷിക്കുന്നതിനെ സഹായിക്കണമേ. രോഗികളും അവരുടെ ബന്ധുമിത്രാദികളും നിന്റെ സ്നേഹത്തെയും ശക്തിയെയും കണ്ട് നിന്നിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ ആസ്പത്രിയുടെ പ്രവർത്തനങ്ങളെ നീ ഒരു മുഖാന്തരമാക്കി തീർക്കണമേ.
പ്രത്യേക ക്യാൻസർ രോഗികൾ സുഖം പ്രാപിച്ച് നിന്റെ കൃപകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാനും നിന്റെ മഹത്വത്തിനായി ഭാവി ജീവിതം സമർപ്പിക്കുന്നതിനും സംഗതിയാക്കണമേ. സൗഖ്യം പ്രാപിക്കാതെ പോകേണ്ടി വരുന്നവർക്ക് നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നുള്ള വിശ്വാസം നീ നൽകണമേ. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങളിവിടെ സ്ഥാപിക്കുവാൻ പോകുന്ന ക്യാൻസർ രോഗത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളെയും തിരുമുൻപാകെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ആയതിനെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേക പരിമലമാർ ഗീഗോറിയോസ് പിതാവേ, മറ്റേ പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമായുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമാറാകണമേ. ആമേൻ. ജീവനം ജയിപ്പിക്കുവാൻ ശ്രീപായുള്ള ആളത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ഈ ഉപകരണം മുദ്ര കുത്തപ്പെട്ട് ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധമാവാസും നാം എല്ലാവരോടുകൂടിയും പ്രത്യേക ഈ ചികിത്സാലയത്തോടുകൂടിയും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന എല്ലാ ഉപകരണങ്ങളോടുകൂടെയും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരോടുകൂടെയും മറ്റെല്ലാ ജീവനക്കാരോടുകൂടെയും ഇപ്പോഴെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ബിൽഡറാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ്. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു. ആഴ്ച 2 ദിവസം ഇവിടെ വന്ന് ചെലവഴിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ. സാർ ഒരു വാക്ക് പറഞ്ഞ് ഈ സംരംഭം അവസാനിപ്പിക്കും. പരിശുദ്ധ ബാബതിരുമേനി, അന്യ പ്രേംതിരുമേനി, അന്യ വൈദികരെ, ഞാൻ ബാബതിരുമേനി പറഞ്ഞതുപോലെ എന്നെ ദൈവം ഒരു നിയോഗം എനിക്ക് തന്നതുപോലെയാണ്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഈ ഒരു ക്യാൻസർ വന്ന് അതിന് മുമ്പ് വന്ന് എന്നോട് ഈ പ്രോജക്റ്റിൽ ബന്ധപ്പെടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞാൻ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ എങ്ങനെ ക്യാൻസർ വന്ന ആളുകൾ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് പ്രകാരം എൻ്റെ സകല കഴിവുകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഇത് തന്നെയാണ്. ഇവിടെ വന്ന് ഇതിനകത്ത് ഇടപെട്ട് ചെയ്യാമെന്ന് ദൈവം തന്ന ഇതിനെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പരിശുദ്ധ ബാബതിരുമേനോടുള്ള നന്ദിയും കടപ്പാടും പ്രേംതിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും സാധനങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.